നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാസ്റ്റർ പുറത്ത് നിൽക്കട്ടെ. ഏട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഏട്ടാ നിക്ക്, ഞാൻ ഒന്ന് പറയട്ടെ. ഏട്ടാ, ഏട്ടാ, ഏട്ടാ വേണ്ട, വേണ്ട ഏട്ടാ, ഏട്ടാ, ഏട്ടാ വേണ്ട ഏട്ടാ. എന്ത് ധൈര്യത്തിലാടാ നീ എന്റെ മഴമോളുടെ അരികിൽ വന്നത്? വേണ്ട, ഇത് ആശുപത്രിയാ. വേണ്ട ഏട്ടാ. എന്ത് ധൈര്യത്തിലാ നീ എന്റെ സുന്ദരിയുടെ മഴമോളുടെ അരികിൽ വന്നു? വേണ്ട ഏട്ടാ. അളിയ പ്ലീസ്, ദയവ് തന്നെ വിട്. ഇവിടെ വച്ചൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഉടുപ്പിന്ന് പിടിവിട്. നിന്നെ ഞാൻ വിടില്ലടാ. നോക്ക്, ഇനി ഒരു നിമിഷം നിന്നെ ഈ ആശുപത്രി കണ്ടുപോരുത്. കണ്ട ഇവിടെ ഇട്ട് നിന്നെ ഞാൻ കൊല്ലും. നടക്കടാ, മാറടി. ഏട്ടാ വേണ്ട ഏട്ടാ. പ്ലീസ്, ഏട്ടാ വേണ്ട. പറയുന്നൊന്ന് കേക്ക്. ഏട്ടാ വിടാനാ പറഞ്ഞത്. പ്ലീസ്. ഇതിനു വേണ്ടി ആയിരുന്നില്ലടാ നീ ഇത്രയും കാലം ഈ ഒളിച്ചുകളി നടത്തിയത്. കൊന്നുകളയും നിന്നെ ഞാൻ. അളിയ എന്നെ വിട്. വിടട്ടെ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വിടില്ല ഞാൻ. ഏട്ടാ, വിടാനല്ലേ പറഞ്ഞത്? ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല. മഴമോളെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. പറ്റിപ്പോയി. എന്റെ മുന്നിൽ വന്ന് പെട്ടു. കയ്യിൽ കിട്ടിയ എന്റെ രക്തത്തിനെ വിട്ടുകളയാൻ തോന്നിയില്ല എനിക്ക്. നിന്റെ രക്തോ? ഏത് കണക്ക് പറഞ്ഞിട്ടാടാ നിന്റെ രക്തമെന്ന് വാദിക്കുന്നത്? മഴയെ നൊന്ത് പ്രസവിച്ച അവളുടെ അമ്മ പോലും നീ പറഞ്ഞതിനെ അംഗീകരിക്കുവോ? അംഗീകരിക്കില്ല. എന്നെ ആരും അംഗീകരിക്കില്ല. എനിക്കറിയാതെ അത്രയ്ക്ക് വലിയ തെറ്റുകളാ ഞാൻ ചെയ്തിട്ടുള്ളത്. ജന്മം നൽകിയ അച്ഛനെയും അമ്മയും ചതിച്ചവനാ ഞാൻ. ദേ ഈ നിൽക്കുന്നില്ലേ ദേവി ചേച്ചി, എന്നെ എടുത്തുകൊണ്ട് നടന്ന് എന്നെ വളർത്തിയ എന്റെ പെങ്ങൾ. ആ പെങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ പറ്റുമോ എനിക്ക്? ഇല്ല. എന്തിന്? താലി കെട്ടിയ സുന്ദരി, അവളെ മാന്യമായിട്ട് നോക്കാൻ പറ്റുമോ? ഇല്ല. സ്നേഹിച്ച പെണ്ണ് വൈക, അവളെ സംരക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. ജന്മം കൊടുത്ത കുഞ്ഞ്, അവൾക്ക് ഒരു നേരമെങ്കിലും സ്നേഹവും കരുതലും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഒന്നിനും ആവാത്തവനാ ഞാൻ. ഈ ജീവിതം തന്നെ പാഴാക്കി കളഞ്ഞവനാ ഞാൻ. എനിക്കെല്ലാം അറിയാളിയാ. ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ നീ എന്തിനിങ്ങോട്ട് വന്നു? അതാണ് എന്റെ ചോദ്യം. അളിയൻ അറിയാവുന്ന പഴയ കാർത്തികല്ല ഞാൻ. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകൾക്കും പരിഹാരമായി സ്വയം മരണം ഏറ്റുവാങ്ങി ആ കടലിന്റെ ആഴങ്ങളിലേക്ക് പോയി അവസാനിക്കാൻ തീരുമാനിച്ചവനാ ഞാൻ. എന്നിട്ടും ദൈവം എന്നെ വിട്ടില്ല. ശിക്ഷിക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഒറ്റയ്ക്കാക്കി. ഓരോ നിമിഷവും പീഡിപ്പിക്കായിരുന്നു എന്നെ. കഴിഞ്ഞ 5.5 വർഷമായി
അനുഭവിക്കാവുന്ന എന്റെ അപ്പുറം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അനുഭവിച്ചോളാം. പക്ഷെ എന്റെ മോള് സുഖമില്ലാതെ ഇവിടെ കിടക്കുമ്പോ അവൾക്കൊന്ന് കാവലിരിക്കാനുള്ള അവകാശമെങ്കിലും എനിക്ക് തരണോളിയ. കാവലിരിക്കാൻ പോയിട്ട് ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. ഇറങ്ങി വസ്തുവാണ് ഇവിടുന്ന്. നടക്കടാ, ഏട്ടാ, നടക്കാൻ. ഏട്ടാ, അളിയ, ഞാൻ പറഞ്ഞു, അളിയൻ ചിന്തിക്കുന്ന തരത്തിലുള്ള കാർത്തികല്ല ഞാനിപ്പോ. ഞാൻ ആകെ മാറിപ്പോയി. പ്ലീസ് അളിയ, ദേവി ഇതെന്നെ വിശ്വസിക്കണം. ഞാൻ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. വേണ്ട, നിന്റെ ഒരു യാചന എനിക്ക് കേൾക്കണ്ട. നടക്കടാ അങ്ങോട്ട്. ഏട്ടാ. അളിയനോടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പഴയ കാർത്തികല്ലെന്ന്. ചേച്ചി, അളിയനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ സുന്ദരിയെ സങ്കടത്തിലാക്കാനല്ല വീണ്ടും വന്നത്. അബദ്ധത്തിൽ വന്ന് പെട്ടുപോയതാ. മോളുടെ കൂടെ നിൽക്കാനുള്ള അവസരം, അത് മാത്രമാണ് ഞാനിപ്പോ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സുന്ദരി അതിന് സമ്മതിച്ചു കഴിഞ്ഞു. എന്നിട്ടും അളിയൻ എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നത്? ദേ കാർത്തി, നീ ഇവിടെ നിന്ന് പോകുന്നതാ ഇപ്പൊ എല്ലാവർക്കും നല്ലത്. നിന്റെ കൂടെ പറപ്പിന്റെ യാചനയാന്ന് കരുതിയാ മതി. ഒന്ന് പോയി താ ഇവിടുന്ന്. ഏയ്, അതെങ്ങനെ ശരിയാവും? അങ്ങനെ നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് ഇറങ്ങി പോവാൻ പറ്റുമോ എനിക്ക്? അകത്ത് കിടക്കുന്നത് എന്റെ മോളാ, എന്റെ രക്തോ. അവിടെ കാണാൻ പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഞാൻ പറഞ്ഞു, ഞാൻ പഴയ കാർത്തികല്ലാന്ന് യാചിച്ചു. എന്നിട്ടും കേൾക്കില്ല എന്ന് വെച്ചാ എന്താ ചെയ്യാ? ദേ അളിയ, മര്യാദയുടെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. എനിക്കിവിടെ നിൽക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നിരിക്കും. അതിന് അളിയനെന്നല്ല, ആരിനി വിചാരിച്ചാലും എന്നെ തടയാൻ പറ്റില്ല. അത്രയ്ക്ക് തന്റെ ഇടം നിനക്കുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കാണണമല്ലോ. നടക്കടാ വെളിയിലേക്ക്. വിട് ഏട്ടാ, വിട്. നടക്കാൻ. മതി, ഇവിടെ നിർത്തിക്കോണം. എന്റെ ജീവിതത്തിലുള്ള ഇടപെടലിൽ കിടലം. എന്റെ കുഞ്ഞു പ്രായത്തില് ഈ ചേച്ചിയുടെ കഴുത്തിലെ താലിയും കെട്ടി എന്റെ കുടുംബത്തിലേക്ക് കയറി വന്ന ആളാണ് നിങ്ങൾ. അതിന്റെ മര്യാദ ഞാൻ ഇന്നോളം ഈ നിമിഷം വരെ കാണിച്ചിട്ടുണ്ട്. എന്തിന്? സുന്ദരി എന്ന ഒരുത്തിയെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇമോഷണലി ടോർച്ചർ ചെയ്ത് താലി കെട്ടടാന്ന് പറഞ്ഞപ്പോ സ്വന്തം ഇഷ്ടം മറന്നു പോലും താലി കെട്ടിയവനാ ഞാൻ. പക്ഷെ ഇനി നിങ്ങളുടെ പേക്കൂത്തിന് ഞാൻ നിന്ന് തരുമെന്ന് പ്രതീക്ഷിക്കണ്ട. കഴിഞ്ഞ 5 വർഷം മുന്നേ വരെയും കൃഷ്ണൻ എന്ന എന്റെ ഈ അളിയൻ പറയുന്നത് ഞാൻ പഞ്ചപുച്ഛം അടക്കി കേട്ട് നിന്നിട്ടുണ്ട്. കെട്ടാൻ പറഞ്ഞ പെണ്ണിന്റെ കഴുത്തില് താലി കെട്ടി കൂടെ ജീവിക്കാൻ പറഞ്ഞപ്പോ ജീവിച്ചു. ഒടുവിൽ അവൾക്ക് വേണ്ടി നിങ്ങൾ എന്റെ ജീവിതം തകർത്തപ്പോ അപ്പോഴും കയ്യും കെട്ടി നോക്കി നിന്നുപോയി ഞാൻ. അതാ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. മേലും കീഴും നോക്കാതെ സുന്ദരിയെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ് തന്നിട്ട് ഇവളെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കൈ കഴുകി ഞാനെന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു നിങ്ങള്?